തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ടായിട്ടുണ്ട് എന്ന പൊതുധാരണ ഉണ്ടാകുമ്പോഴും തെക്കൻ കേരളത്തിലെ 39 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വെറും 4 എണ്ണം മാത്രം നേടാനായ UDFന് അവിടെ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോകാനാകുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒരു നല്ല മുന്നേറ്റം UDFന് കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുമ്പോഴും ഈ തെക്കൻ കേരളത്തിലെ 39 നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും 4 എണ്ണം മാത്രം നേടിയ UDFന് കോൺഗ്രസ്സിന് എങ്ങനെ മുന്നോട്ട് കുതിക്കാനാകുമെന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തം തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായാണ് ഈ 39 സീറ്റുകളുള്ളത്. ഇതിൽ 4 എണ്ണം മാത്രമാണ് ആലപ്പുഴയിലെ ഹരിപ്പാട്, കൊല്ലം ജില്ലയിൽ 2 എണ്ണം കുണ്ടറയും കരുനാഗപ്പള്ളിയും, തിരുവനന്തപുരത്ത് കോവളം. ഇതാണ് കഴിഞ്ഞ തവണ നേടാനായത്. പത്തനംതിട്ടയിൽ ഒന്നും നേടാനായില്ല. അതായത് 39ൽ 35 എണ്ണവും കൈവശമുള്ള LDF കഴിഞ്ഞ തവണ LDFൻ്റെ വലിയ വിജയത്തിന് കാരണമാകുന്നതിൽ നിർണായകമായ ഘടകമായ ജില്ലകളാണ് ഈ പറയുന്ന 4 എണ്ണവും എന്നർത്ഥം. അപ്പോൾ തെക്കൻ കേരളത്തിലെ LDFൻ്റെ ഈ വലിയ കോട്ട എങ്ങനെ പൊളിച്ചെടുക്കാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ UDFന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളൊക്കെയുണ്ട്. പക്ഷേ ആ നേട്ടം ഒരു 20-നടുത്തേക്ക് 39ൽ ഒരു 20-നടുത്തേക്ക് 15-നും 20-നും അടുത്തുള്ള സീറ്റുകളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പര്യാപ്തമായ തരത്തിൽ കോൺഗ്രസിൻ്റെ സംവിധാനം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെയൊക്കെ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി ക്യാമ്പയിൻ നയിക്കുന്ന ടീമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം ഒരുപക്ഷെ അതിനിർണായകമാകുന്ന മേഖലയായിരിക്കും തെക്കൻ കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് സിറ്റിംഗ് MLAമാർക്ക് ഈ 2 ടേം നിബന്ധന ഒഴിവാക്കി സീറ്റ് നൽകണമെന്നുള്ള നിലയിലേക്ക് CPMനകത്തുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഈ 2 ടേം പൂർത്തിയാക്കിയവരാണ് ഒട്ടുമിക്ക CPMൻ്റെ ജനപ്രതിനിധികളും. അപ്പോൾ അവരെ മാറ്റി നിർത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ കണക്ക് കൂട്ടലുകളെ തെറ്റിക്കുന്നതാകും. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അതിനിർണായകമാകുന്ന ഒരു ഘടകം. മറ്റ് ഈ നേതാക്കന്മാരെ പ്രീണിപ്പിച്ച് നടക്കുന്നവരെയും പഴയതുപോലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും ഒക്കെ മാനദണ്ഡമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ തിരിച്ചടി തുടർന്നേക്കും എന്നുള്ള അവസ്ഥയുമുണ്ട്. അപ്പോൾ UDFും കോൺഗ്രസും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പ്രാദേശികമായി ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളെ, പുറത്തുനിന്നുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഷോ കാണിക്കുക എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം എല്ലായിടത്തും പ്രാദേശികമായി പരിഗണിക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള നേതാക്കന്മാരെ പരിഗണിക്കുക എന്നുള്ളതിലേക്കാകണം ചിന്ത പോകേണ്ടത്. ഈ LDFൻ്റെ കൈവശമിരിക്കുന്ന 39ൽ 35 സീറ്റുകളിൽ നിന്ന് ഒരു 15 എണ്ണമെങ്കിലും പിടിച്ചെടുക്കുക എന്നത് വെറുതെ ചെറിയ ഒരു കാര്യമായി കാണേണ്ടതേ അല്ല. അത്ര എളുപ്പത്തിൽ വഴങ്ങിപ്പോരുന്നതുമല്ല തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളും. ഇപ്പോൾ പത്തനംതിട്ടയിലെ 5ൽ 5ഉം UDFന് പിടിക്കാൻ സാധിക്കും എന്നൊക്കെ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് ചിന്തിക്കുക വയ്യ. സ്ഥാനാർത്ഥി നിർണയം അവിടെയാണ് ഒരു ഘടകമാകുക. നമുക്ക് ഈ ഓരോ ജില്ലയിലെയും സാധ്യതകളിലേക്ക് തുടർന്നുള്ള വാർത്തകളിൽ വരാം. ആലപ്പുഴയിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വളർച്ചയെ നിസ്സാരമായി കാണാനാകില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ UDFന് ജയിക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും, ഇപ്പോൾ കായംകുളവും ചെങ്ങന്നൂരും പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച അതിഭയങ്കരമാണ്. അപ്പോൾ ആ ഫാക്ടർ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് കൂടി കണക്കിലെടുത്ത് വേണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കേണ്ടത്. കൊല്ലത്തായാലും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ചവറ ഷിബു ബേബി ജോൺ തിരികെ വന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ജയിച്ചേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ബാക്കിയുള്ള ഇടങ്ങളിൽ, കുണ്ടറയും കരുനാഗപ്പള്ളിയും ഒഴികെയുള്ള ബാക്കിയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അതീവ നിർണായകമാണ്. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ്. 13 എണ്ണവും കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോവളം അല്ലാതെ ഏതൊക്കെ പിടിച്ചെടുക്കാനാകുമെന്നുള്ളത് നിർണായകമാകുന്നത് അവിടെയും BJPയുടെ വളർച്ചയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ആ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കുക, അതിനെ തിരികെ സർക്കാർ വിരുദ്ധ വോട്ടുകളെ UDFിലേക്ക് ഏകോപിപ്പിക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ ഫാൻസിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ 39ൽ 15 മുതൽ 20 വരെ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമാകും. അങ്ങനെ ഇവിടെ പിഴച്ചു പോയാൽ, തെക്ക് പിഴച്ചു പോയാൽ സ്വാഭാവികമായി തന്നെ അത് ഭരണം കോൺഗ്രസിലേക്ക് എത്തുന്നതിനും വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകമാകും. അപ്പോൾ തെക്കൻ കേരളമാണ് ഈ തെരഞ്ഞെടുപ്പിലും അതിനിർണായകമായി മാറാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്ക് നടന്ന പ്രത്യേക ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായി പോയെങ്കിലും തങ്ങൾ നേടിയത് അതിഭയങ്കരമായ വോട്ട് വർധനയാണ് എന്നുള്ള തരത്തിൽ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിൽ പോലും BJPയുടെ അതിശക്തമായ കടന്നുകയറ്റം സാധ്യമായിരിക്കുന്നു. ഇനി ഇടതിനും വലതിനും ഒന്നും കേരളത്തിൽ രക്ഷയില്ല, വിഴിഞ്ഞം നൽകുന്ന സൂചന അതാണ് എന്നുള്ള തരത്തിലൊക്കെ വ്യാപകമായ പ്രചരണം നടക്കുന്നത് കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ബൂത്ത് കണക്ക് നമ്മൾ വിശദമായി തന്നെ പരിശോധിച്ചു. വിഴിഞ്ഞം ഇത്തവണ ആകെ സ്വഭാവം മാറിയ, രൂപം മാറിയ ഒരു വാർഡായിരുന്നു. വിഴിഞ്ഞത്ത് കഴിഞ്ഞ തവണ ചില 6 ബൂത്തുകളിലായി 6000 വോട്ടർമാരുണ്ടായിരുന്നു. ഇക്കുറി അത് 10 ബൂത്തുകളായി ഉയർന്നു, 13,000-ഓളം വോട്ടർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിഴിഞ്ഞം വാർഡിൽ 3800 വോട്ടുകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇക്കുറി അത് 8912 വോട്ടുകളായി മാറി. അതായത് കണക്കറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 5100 വോട്ടുകളുടെ പോളിങ്ങിൽ തന്നെയുള്ള വർധന. ഇപ്പോൾ 3890-ൽ നിന്ന് 8912-ലേക്ക് പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഉയരുന്നു. 6000-ൽ നിന്ന് 13,000-ലേക്ക് വാർഡിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഉയരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ BJPക്ക് അവിടെ ഉണ്ടായ മാറ്റം, അതായത് 313 വോട്ടിൽ നിന്ന് BJP 2437 വോട്ട് പിടിക്കുന്ന സാഹചര്യം, ശരിക്കും പറഞ്ഞാൽ ഒരു 750% വർധന വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആ വാർഡിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 313, 2437. ഇതുമാത്രമാണ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം വാർഡിലെ 10 ബൂത്തുകളിലെയും ഓരോ സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ട് കണക്ക് പരിശോധിക്കണം. അത് പരിശോധിച്ച് നോക്കൂ. പഴയ വിഴിഞ്ഞം വാർഡ്, അതായത് 6 ബൂത്തുകളുള്ള പഴയ വിഴിഞ്ഞം വാർഡ്, ആ വിഴിഞ്ഞം വാർഡിൽ BJP സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ട് 502 മാത്രമാണ്. കഴിഞ്ഞ തവണ 313 വോട്ട് നേടിയെടുത്ത് ഇപ്പോൾ 502 വോട്ട് നേടി. ഈ BJP ഇതേ പഴയ വിഴിഞ്ഞം വാർഡിൽ 2015-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 500-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അവിടെ ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പഴയ വിഴിഞ്ഞം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള തീരദേശ മേഖല ഉൾപ്പെടുന്ന പഴയ വിഴിഞ്ഞത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വോട്ട് കണക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, BJPക്ക് 1-ാം ബൂത്തിൽ കിട്ടിയത് 53 വോട്ട് മാത്രമാണ്. അവിടെ LDFന് 311, UDFന് 320 വോട്ട് കിട്ടി. 2-ാമത്തെ ബൂത്തിൽ പഴയ വിഴിഞ്ഞത്തിലുള്ളതാണത് 21 വോട്ട് മാത്രമാണ് BJPക്ക്. 3-ാമത്തേതിൽ വെറും 25 വോട്ട്, 4-ാമത്തേതിൽ 74 വോട്ട്. പിന്നെ പഴയ വിഴിഞ്ഞത്തിൽ BJPക്ക് ഒരല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു മേഖല, അത് 5-ാം നമ്പർ ബൂത്തായിരുന്നു. അവിടെ 311 വോട്ട് നേടി 1-ാമതെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 10-ാം നമ്പർ ബൂത്ത്, അവിടെ 18 വോട്ട് മാത്രമാണ് നേടിയത്. ഇത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ പാറ്റേണിന് സമമാണ്.